നമസ്കാരം. ആരോഗ്യരംഗത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പലവിധ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതായത് പലവിധ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഈ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്ന് പുറത്തു വരേണ്ടത് എന്ന് ഇന്നും പലർക്കിടയിലും ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്യുന്നത് മാനസിക സമ്മർദ്ദങ്ങളും കാരണങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അയ്യന്തോൾ VJ ഇക്കിഗായ് സെന്റർ ഫോർ കൗൺസിലിംഗ് ആൻഡ് തെറാപ്പിയിലെ സൈക്കോളജിസ്റ്റ് മിനി കാക്കശ്ശേരി. മാം നമസ്കാരം, ആരോഗ്യരംഗത്തിലേക്ക് സ്വാഗതം. മാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ഇന്ന് കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരേ രീതിയിൽ അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് മാനസിക സംഘർഷം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ച് പറയുന്നതിൻ്റെ മുമ്പായിട്ട് നമ്മൾ മനുഷ്യൻ്റെ മനസ്സ് എന്താണ് എന്നറിയുന്നതാണ് ഏറ്റവും അഭികാമ്യം. അതായത് നമ്മൾക്ക് മനസ്സ് എന്ന് പറയുന്നതിന് രണ്ട് പാർട്ടുണ്ട്. അപ്പോൾ ഒന്ന് വരുന്നത് നമ്മുടെ ബോധമനസ്സ്, കോൺഷ്യസ് മൈൻഡ്. അടുത്തത് ഉപബോധ മനസ്സ്, സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മളുടെ മൈൻഡിൻ്റെ, അതായത് ഹ്യൂമൻ മൈൻഡിൻ്റെ 10% മാത്രമേ ഉള്ളൂ നമ്മുടെ ബോധമനസ്സ്. ബാക്കി 90% നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡാണ്, ഉപബോധ മനസ്സ്. ബോധ മനസ്സിൽ കൂടെ നമ്മൾ എന്ത് കാണുന്നു, ഡയറക്റ്റ് കാണുന്നത്, നമ്മുടെ വിഷ്വലൈസേഷൻസ് എല്ലാം തന്നെ ബോധ മനസ്സിൽ കൂടെയാണ് നടക്കുന്നത്. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും സംസാരിക്കുന്നതും എല്ലാം ബോധ മനസ്സിലൂടെയാണ്. പക്ഷേ ഇതിൽ കാണുന്നത് എന്തും ഒരു സ്പോഞ്ച് എങ്ങനെ വെള്ളത്തെ ഒപ്പിയെടുക്കുന്നു അത് കണക്ക് ഉപബോധ മനസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. നമ്മുടെ ഉപബോധ മനസ്സ് എപ്പോഴും ആക്റ്റീവായിരിക്കും. ബോധ മനസ്സ് നമ്മുടെ ഉറക്കത്തിലെല്ലാം അത് ആക്റ്റീവ് ആവില്ല. എന്നാൽ സബ് കോൺഷ്യസ് മൈൻഡ് എപ്പോഴും ആക്റ്റീവായിരിക്കും. ഏറ്റവും പവർഫുള്ളാണ് സബ് കോൺഷ്യസ് മൈൻഡ്. അതായത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു ഫാക്റ്റാണ്, നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും അതിൻ്റെ ദഹനം, അതിൻ്റെ ആഗീരണങ്ങൾ, അതിലത്തെ മിനറൽസും മറ്റുള്ള ഗുണകരമായ സാധനങ്ങളെല്ലാം ആഗീരണം ചെയ്യുന്നത് പോലും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അറിയാതെ നടക്കില്ല. അപ്പം അത്രയും പവർഫുള്ളാണ്. അങ്ങനെ ഇരിക്കുന്ന ഇത്രയും രണ്ട് മൈൻഡ് സെറ്റുള്ള, അതായത് കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും, ഇങ്ങനെയുള്ള ഒരു മനുഷ്യ അവസ്ഥയിൽ നമ്മുടെ മൈൻഡിനുണ്ടാകുന്ന ഒരു ഡാമേജ്, അതായത് നമ്മൾ സ്ട്രെസ്സ് അല്ലെങ്കിൽ മാനസിക സംഘർഷം, അത് നമ്മുടെ വൈകാരികമായിട്ടോ അതായത് ഇമോഷണലായിട്ടോ മെൻ്റലായിട്ടോ വരുന്ന ഒരു പരിഹരിക്കപ്പെടാൻ പറ്റാത്ത ഒരു രോഗാവസ്ഥ തന്നെയാണ് സ്ട്രെസ്സ്. അപ്പോൾ സ്ട്രെസ്സ് ഉണ്ടാകുവാനായിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതായത് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും എന്തെങ്കിലും ഒരു വേരിയേഷൻ, ഒരു മാറ്റം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചില വ്യക്തികൾക്ക് സ്ട്രെസ് ഉണ്ടാവാൻ കാരണമായിരിക്കും. അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടാണോ സ്ട്രെസ് ഉണ്ടാക്കുന്നത്? അത് പുതിയൊരു ചുറ്റുപാട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിയിലുള്ള സ്ട്രെസ് ഫാക്ടർ ആയിരിക്കില്ല മറ്റൊരു വ്യക്തിക്ക്. ഇപ്പോൾ ഒരാൾക്ക് ഒരു പുതിയൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് അതിനോട് യോജിച്ച് പോകാൻ പറ്റും, വേറൊരാൾക്ക് പറ്റില്ല. അത് പറ്റാത്ത വ്യക്തിയിൽ അത് സ്ട്രെസ് ഫാക്ടർ ആവും. അതുപോലെ ഇപ്പോൾ കുട്ടികളിലാണെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സ്ട്രെസ്സുകൾ ഉണ്ടായിരിക്കും കുട്ടികൾക്ക്. പഠനം, ചില കാര്യങ്ങൾ മനസ്സിലാവുന്നില്ല, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാൻ അവർ നിർബന്ധിക്കപ്പെടുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ഇവരിൽ അത് സ്ട്രെസ് ഫാക്ടറായിട്ട് മാറും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ വർക്കിംഗ് സ്പേസിൽ, ജോലി സ്ഥലത്ത് നമുക്ക് ചില ആസ്വദിച്ച് ചെയ്യാൻ പറ്റാത്ത ജോലികളിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ അത് നമ്മളിൽ സ്ട്രെസ് ഫാക്ടർ വരുത്തും. പിന്നെ അതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ചില കാര്യങ്ങൾ നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പോൾ അത് നമ്മളിൽ ഒരു സ്ട്രെസ്സിന് കാരണമായിട്ട് മാറും. പിന്നെ നമ്മുടെ ഇഷ്ടമുള്ള ആളുകളുടെ വിയോഗം, അത് ഒരു മാനസിക സംഘർഷം തന്നെയാണ്. പിന്നെ അതുപോലെ നമ്മൾക്ക് ചില രോഗാവസ്ഥകൾ, ചില സമയങ്ങളിൽ നമുക്കൊരു ജീവിതശൈലി രോഗം തുടങ്ങുമ്പോൾ ചില ആളുകളിൽ അത് സ്ട്രെസ് ഫാക്ടറായിട്ട് മാറുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ചില സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, എങ്ങനെ സാമ്പത്തിക രംഗം കൈകാര്യം ചെയ്യുന്ന അറിയാതെ വരുന്ന ഒരു ബുദ്ധിമുട്ട്. ഇങ്ങനെ ഓരോ വ്യക്തികളിലും സ്ട്രെസ്സിനുള്ള കാരണങ്ങൾ നിരവധിയാണ്. നമുക്കത് ഒരു സ്പെസിഫൈ ചെയ്തിട്ട് ഈ ഒരു റീസൺ ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഓരോ ആളുകളെയും ബന്ധപ്പെടുത്തിയിരിക്കും
ഒരു പർട്ടിക്കുലർ വിഷയം സ്ട്രെസ് ആവോ അല്ലയോ എന്ന് തീരുമാനിക്കാനായിട്ട്. മാം, നമ്മൾ പറഞ്ഞ പോലെ തന്നെ മാനസിക സമ്മർദ്ദം അതിന് ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ മറ്റ് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും നമുക്ക് ലക്ഷണങ്ങളിലൂടെ നമുക്കത് സ്വയം തിരിച്ചറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ എനിക്ക് മാനസിക സമ്മർദ്ദമുണ്ട് അല്ലെങ്കിൽ മാനസിക പ്രശ്നമുണ്ട് എന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങളിലൂടെ തിരിച്ചറിയാനായിട്ട് സാധിക്കുമോ? തീർച്ചയായിട്ടും മാനസിക സംഘർഷത്തിന് ഒരുപാട് ലക്ഷണങ്ങളുണ്ടാവും. അതിൽ ഇമോഷണൽ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ടായിരിക്കും. അത് ഇത്തരം സ്ട്രെസ് അനുഭവിക്കുന്ന ആളുകളിൽ എപ്പോഴും ഒരു ദുഃഖഭാവം, ഒരിക്കലും അവർക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റാത്ത ഒരു അവസ്ഥ, ഒന്നിനും ഒരു ഉന്മേഷമില്ല, എല്ലാത്തിനും ഒരു ക്ഷീണം. പിന്നെ അതുപോലെ ഇവർ ചില എന്തൊക്കെയോ ചിന്തയിൽ ഏർപ്പെട്ടിരിക്കുന്ന പോലെ കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഒരു ചിന്തയിൽ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ എന്തിലെങ്കിലുമൊക്കെ മുഴുകിയിരിക്കുന്ന പോലെ, എന്നാൽ ആക്റ്റീവായിട്ടൊന്നും നടക്കില്ല. പിന്നെ ചില വ്യക്തികളിൽ ദേഷ്യം പെട്ടെന്ന് എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദേഷ്യം ഉണ്ടാവും. അപ്പോൾ അതും സ്ട്രെസ് ഫാക്ടറിൻ്റെ ഒരു സിംറ്റാണ്. പിന്നെ അകാരണമായിട്ടുള്ള ഭയം, അതുപോലെ ഉത്കണ്ഠ, എപ്പോഴും എന്തിനെങ്കിലുമൊക്കെ കുറിച്ച് ഉത്കണ്ഠകുലരായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ചില സമയത്ത് ചില ആളുകളിൽ ഇപ്പോൾ ഉറക്കമില്ലായ്മ, അത് കോമണായി കണ്ടുവരുന്ന ഒരു സിംറ്റാണ്. ചിലർക്ക് സ്ട്രെസ് ഫാക്ടർ വരുമ്പോൾ ചിലർക്ക് വിശപ്പില്ലായ്മ വരാം, ചിലർക്ക് അമിതമായി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കാണും. ഇങ്ങനെ ഒരുപാട് സിംറ്റംസ് കാണാറുണ്ട്. ഇപ്പോൾ മാം, ഇപ്പോൾ ഈ പറഞ്ഞ സിംറ്റംസ് ഒക്കെ നമുക്ക് ഒരാളിൽ നിന്ന് കാണുമ്പോൾ അത് ചുറ്റുപാടുമുള്ള ആളുകൾ മനസ്സിലാക്കുകയാണ്. എന്തോ പ്രശ്നമുണ്ട് നിനക്ക്, ഇങ്ങനെയല്ല അങ്ങനെ പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്ന് പറഞ്ഞിട്ട് വേണോ നമുക്കിത് മനസ്സിലാക്കാൻ, അതോ സ്വയം നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് നമുക്ക് സ്വയം മനസ്സിലാക്കാനായിട്ട് സാധിക്കുമോ? ഒരു പരിധിവരെ ചില ആളുകളിൽ, അതായത് കുറച്ച് എഡ്യൂക്കേറ്റീവ് ആയിട്ടുള്ള ആളുകളിൽ, അങ്ങനെയുള്ള ആളുകളിലൊക്കെ ഇത് എനിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, അത് കോമൺ ഫാക്ടർ വരുമ്പോഴാണ് അത് അവർ തിരിച്ചറിയുന്നത്. അതായത് ഇപ്പോൾ ഒരു സാമ്പത്തിക പ്രശ്നമാകാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ വിയോഗമായിരിക്കാം, അതല്ല വെച്ചാൽ അവർക്ക് എന്തെങ്കിലും അസുഖങ്ങളായിരിക്കാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ അവർ തിരിച്ചറിയും ഇതാണ് എൻ്റെ സ്ട്രെസ് ഫാക്ടർ. അല്ലാത്ത അവസ്ഥയിൽ കുട്ടികളെയൊക്കെ സംബന്ധിച്ച് അവർക്ക് ഒരിക്കലും അത് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ അവർ ആ സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ അങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ കുട്ടികളെ നന്നായി ഒബ്സർവ് ചെയ്യുന്ന പാരൻസിനാണെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇങ്ങനെ ഒരു സ്ട്രെസ് ഫാക്ടർ ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം കൂടുതൽ സ്ട്രെസ് ഫാക്ടർ കണ്ടുവരുന്ന ഒരു വിഭാഗമാണ് ഹൗസ് വൈഫ്സ്. ഇവരുടെ സ്ട്രെസ് ഫാക്ടർ ഇവർക്കും തിരിച്ചറിയില്ല, കൂടെയുള്ള ആളുകൾക്കും തിരിച്ചറിയില്ല. അപ്പോൾ ചില സമയത്ത് ഇത് തിരിച്ചറിയാതെ നമ്മൾ പർപ്പസ്ഫുള്ളി അല്ലാതെയും നമ്മൾ അവരെ കുറ്റപ്പെടുത്താനൊക്കെ തുടങ്ങും. അത് സ്ട്രെസ് ഫാക്ടർ ആണെന്ന് തിരിച്ചറിയാത്ത ഒരവസ്ഥ. നമ്മൾക്ക് മുന്നിൽ വരുന്ന ഒരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷനെ വേണ്ട വിധത്തിൽ ഹാൻഡിൽ ചെയ്യാൻ സ്വയം പറ്റുന്നില്ല, ആ ഒരു സംഭവമാണോ നമുക്കൊരു മാനസികമായിട്ടൊരു കരുത്തില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം? അതെ, അതായത് നമുക്ക് ചില പ്രശ്നങ്ങളെ താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തിരിച്ചറിവ് സ്ട്രെസ് ഫാക്ടറിന് തിരിച്ചറിയാൻ അത് റെക്കഗ്നൈസ്ഡ് ആയി മാറുകയാണ്. അപ്പോൾ നമ്മളിപ്പം അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണം എന്നുള്ളത് ചില വ്യക്തികൾ സ്വന്തമായിട്ട് ചിന്തിച്ചിട്ട് തെറപ്പിസ്റ്റിനെ സമീപിക്കുന്ന അവസ്ഥകളുണ്ട്. അതല്ലാതെ അവരോട് ബന്ധപ്പെട്ട ആരെങ്കിലും അവരുടെ വർക്ക് പ്ലേസിലോ അവരെ അടുപ്പമുള്ള ആളുകളോ ആരെങ്കിലുമൊക്കെ സജസ്റ്റ് ചെയ്തിട്ട് ഒരു തെറാപ്പിസ്റ്റ് കൺസൾട്ടിങ് നല്ലതാണ് എന്നുള്ളൊരു അഡ്വൈസ് കൊടുത്ത് വരുന്ന ആളുകളുണ്ട്. ഇപ്പം മാം, കൂടുതലായിട്ട് ഉത്കണ്ഠ, വിഷാദം ഇതൊക്കെ സ്ഥിരമായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാക്കായിട്ട്, കോമൺ വേർഡായിട്ട് മാറിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് സെലിബ്രിറ്റികളായിട്ടുള്ളവർക്ക് പോലും അവർ വിഷാദം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നു, അതിൽ നിന്ന് തിരിച്ചു വരാൻ, ഓവർകം ചെയ്യാൻ ഒരുപാട് ടൈം എടുത്തു എന്നൊക്കെ നമ്മൾ പലപ്പോഴും വാർത്തകളിലൂടെ അറിയാറുണ്ട്. അപ്പോൾ ഈ ഉത്കണ്ഠ, വിഷാദം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ മാനസിക പ്രശ്നങ്ങളിലേക്കുള്ള ഒരു തുടക്കമാണെന്ന് പറയാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും. അതായത് ഒരു സ്ട്രെസ്സ്, ആദ്യം ഞാൻ പറഞ്ഞല്ലോ മാനസിക സംഘർഷം, അതാണ് സ്ട്രെസ്സ്. ഈ സ്ട്രെസ്സ് മോർ ദാൻ 6 months കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒന്നുകിൽ ആങ്സൈറ്റി, അതായത് ഉത്കണ്ഠ, അതല്ല എന്ന് വെച്ചാൽ ഡിപ്രഷൻ, നമ്മൾ പറയില്ലേ ഒന്നിനും പറ്റാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ. ഈ രണ്ടവസ്ഥയിലേക്കും, ആങ്സൈറ്റിയിലേക്കും ഉണ്ടാകാം, അല്ലെങ്കിൽ ഡിപ്രഷനിലേക്കും പോകാം സാധ്യതകളുണ്ട്.
അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇത് മനസ്സിലാക്കി, പലപ്പോഴും ഇത് ഒരാളോട് നമുക്ക് ഇന്നൊരു മാനസിക പ്രശ്നമുണ്ട് എന്ന് പറയാൻ പലർക്കും ഒരു മടിയാണ്. കാരണം മാനസിക പ്രശ്നം എന്ന് വെച്ചാൽ അത് മനോരോഗം എന്ന് ചിത്രീകരിക്കുമോ എന്നുള്ള ഭയം പലർക്കും ഇന്ന് കാണാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സ്വയം അവർ ഉള്ളിൽ ഒതുക്കി കഴിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഒരു കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ ഒരാളുടെ സഹായം വേണം. അത് നമ്മൾ എപ്പോഴാണ് ആ ഒരു സാഹചര്യം നമ്മൾ കണ്ടെത്തേണ്ടത്? അതായത് ഒരിക്കലും സ്ട്രെസ്സോ ആങ്സൈറ്റിയോ ഡിപ്രഷനോ അതൊരിക്കലും ഒരു മാനസിക രോഗം എന്നുള്ള രീതിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ അത് എത്ര നാളും ഒരു വ്യക്തി ആങ്സൈറ്റി എന്നുള്ളൊരവസ്ഥയിൽ കണ്ടിന്യൂ ചെയ്തു, അതല്ല ഒരു വ്യക്തി എത്ര നാൾ ഡിപ്രഷനിലൂടെ പോകുന്നു, ആ ഒരു ഉത്കണ്ഠ അവസ്ഥയും വിഷാദാവസ്ഥയും എത്ര കാലം നിലനിൽക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് പല വ്യത്യസ്ത രീതിയിലുള്ള മാനസികമായിട്ടുള്ള ദൗർബല്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അവിടെ നമ്മളിപ്പോൾ ഒരു കൗൺസിലിങ്ങിന് സജസ്റ്റ് ചെയ്തു വെച്ചാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് ആളുകളിൽ തെറ്റായ ഒരു ധാരണയുണ്ട്. അതായത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വ്യക്തി കൗൺസിലിങ്ങിന് വിധേയമാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് മാനസികമായിട്ടുള്ള രോഗമുണ്ട് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഒരിക്കലും ഒരു വ്യക്തി കൗൺസിലിങ്ങിന് കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്തു എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു മാനസിക രോഗമുള്ള ഒരു വ്യക്തിയായിട്ട് ഒരിക്കലും നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഒരു അഡ്വൈസ് എടുക്കുന്ന രീതിയിൽ വരാം. അതുപോലെ തന്നെ ഈ ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണെങ്കിൽ തീർച്ചയായിട്ടും ഓവർകം ചെയ്തു പോകും. പക്ഷേ അത് ഒരു എക്സ്റ്റെൻഡിൻ്റെ അപ്പുറത്തേക്ക് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾക്കും കാരണം. അപ്പോൾ ഈ മാനസിക സംഘർഷങ്ങൾ തന്നെ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് പറയുന്നു. അത് ശരിയാണോ? ശരിയാണ്. അതായത് ഒരു വ്യക്തിയിൽ ഒരു മാനസിക പ്രശ്നമുണ്ട്, ഒരു സംഘർഷാവസ്ഥയിലാണ് തുടരുന്നത് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും ബിഹേവിയറലായിട്ടും എല്ലാം തന്നെ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അതിൽ ഫിസിക്കലായിട്ട് പറയുന്നത് ഇപ്പോൾ ഹൈ BP, ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാവാം, അതുപോലെ ഹാർട്ട് റേറ്റ് വർദ്ധിക്കുക, നമ്മുടെ ബ്രീത്തിങ് ട്രബിളുകൾ ഉണ്ടാവുക, പിന്നെ അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് ഉണ്ടാകാം, ഇൻഡൈജഷൻ, അതുപോലെ ഗ്യാസ്ട്രോ ആയിട്ടുള്ള അസുഖങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പിന്നെ അതുപോലെ വിട്ടുമാറാത്ത ത്വക്ക് രോഗങ്ങൾ, അലർജി, അത്തരത്തിലുള്ള ഫിസിക്കൽ ലക്ഷണങ്ങൾ ഉണ്ടാവാം. ഇനി ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ കോപം, അടക്കാൻ പറ്റാത്ത കോപം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ഗ്രൂപ്പിനെ അഭിമുഖീകരിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ ഒരു ഫംഗ്ഷനിൽ അറ്റൻഡ് ചെയ്യാനോ ഒരു നൈബറുമായിട്ടൊരു കോണ്ടാക്റ്റിൽ പോലും എത്താൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കാത്ത അവസ്ഥ വരും. പിന്നെ അതുപോലെ ഉറക്കക്കുറവ്, ഒട്ടും ദിവസങ്ങളോളം ചിലപ്പോൾ മാസങ്ങളോളം ഉറക്കമില്ലായ്മയിൽ തുടർന്നുകൊണ്ടേയിരിക്കാം. ചില സമയത്ത് അകാരണമായ വിശപ്പായിരിക്കും, ചില സമയത്ത് ഒട്ടും വിശപ്പില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നു പോകും. പിന്നെ അതുപോലെ തന്നെ മാനസികമായിട്ടാണെങ്കിൽ ഇവരിൽ അകാരണമായ ഭയം ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇവർക്കൊരു ഒരു തീരുമാനത്തിലെത്താൻ, എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ വിഷയത്തെക്കുറിച്ച് ഒരു തീരുമാനത്തിലെത്താനോ അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ പോലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരിക്കും. ഒരു ജോലിയിലായാലും അവരിടപെടുന്ന ഏത് കാര്യത്തിലായാലും അവർക്ക് ശ്രദ്ധയുണ്ടായിരിക്കില്ല. പിന്നെ അതുപോലെ ഒരു കൊഗ്നിറ്റീവ്, അതായത് ഒരു മാനസിക പിരിമുറുക്കത്തിൻ്റെ ഭാഗമായിട്ട് ഇവരിൽ ഇപ്പോൾ നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. നമുക്ക് സ്ഥിരമായി പോകുന്ന വഴികളാണെങ്കിലും നമ്മൾ ചിലപ്പോൾ വഴികൾ തെറ്റി വേറെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കൂടുക. അതുപോലെ നമ്മൾ ദിവസങ്ങൾ, ആഴ്ചകൾ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില ദിവസങ്ങൾ ഇതെല്ലാം നമ്മൾ മറന്നുപോകും. അപ്പം തന്നെ സമൂഹത്തിൽ ഇവരുടെ ജീവിതം വളരെ ഒരു സംഘർഷം നിറഞ്ഞതായിരിക്കും. പിന്നെ ഒരു എക്സ്റ്റെൻഡ് ഈ മാനസിക സംഘർഷം വർദ്ധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പാനിക് അറ്റാക്കുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇതിൽ കോമൺ ഒരു ഫാക്ടർ, പാനിക് അറ്റാക്ക് വരുന്ന ആളുകളിൽ പറയുന്ന ഒരു കോമൺ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം പാനിക് അറ്റാക്ക് വന്നാൽ പിന്നീട് ഇവരിലുള്ള സ്ട്രെസ് ഫാക്ടർ ഇനി അടുത്ത പാനിക് അറ്റാക്ക് എപ്പോൾ വരും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇവരുടെ പിന്നെ ആ സ്ട്രെസ് ഫാക്ടറും അതുപോലെ തന്നെ ഉത്കണ്ഠ, ആങ്സൈറ്റിയും അതുപോലെ ഡിപ്രഷനും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഈ മൂന്ന് കാര്യങ്ങളും, അതായത് സ്ട്രെസ്സും
ആൻസൈറ്റിയും ഡിപ്രഷനും ഒരു വ്യക്തിയുടെ നോർമൽ ലൈഫിന് ബുദ്ധിമുട്ടുകൾ ഒരുപാട് സൃഷ്ടിക്കും. തീർച്ചയായിട്ടും ഇത് ഓവർകം ചെയ്യേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഇതിന് ഒരു കൺസൾട്ടിങ് എടുക്കാം, ഒരു തെറപ്പിസ്റ്റിനെ വിസിറ്റ് ചെയ്യാം, അതുപോലെ മെഡിക്കേഷൻ എടുക്കാം, ഇതെല്ലാം ചെയ്യാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മാനസിക സമ്മർദ്ദം അല്ലെങ്കിൽ മാനസിക പ്രശ്നം എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ പോലും സമീപിക്കാൻ പലപ്പോഴും മടിയാണ്. അപ്പോൾ എന്താണ് കാരണം? അവരവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് മെഡിസിൻ തരുമോ, ഇതൊക്കെ പലരുടെയും സംശയമാണ്. അപ്പോൾ ഒരു കൗൺസിലിംഗ് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു തുറന്നു പറച്ചിലാണ്. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഒരു കൗൺസിലറോട് തുറന്നു പറയാം. അതായത് ഒരു കൗൺസിലർ എന്ന് പറയുന്ന ആൾ തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കാനായിട്ടുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അപ്പോൾ മാത്രമേ ഒരു നല്ല കൗൺസിലിംഗ് നടക്കുകയുള്ളൂ. ആ വ്യക്തികൾ കൗൺസിലർ തീർച്ചയായിട്ടും നല്ലൊരു ലിസണർ ആയിരിക്കണം. മുന്നിലിരിക്കുന്ന വ്യക്തി, രോഗാവസ്ഥയിലുള്ള വ്യക്തി എന്താണ് പറയുന്നത്, അദ്ദേഹത്തെ കേൾക്കാനുള്ള മനസ്സാണ് ഒരു കൗൺസിലർക്ക് ആദ്യമായിട്ട് വേണ്ടത്. പിന്നെ കൗൺസിലിങ്ങിനോട് ബന്ധപ്പെട്ട് ഒരു തെറപ്പിസ്റ്റ് ആണെങ്കിൽ അദ്ദേഹം പറയുന്ന തെറപ്പികൾ, അത് സാധാരണമായിട്ടും നമ്മളിപ്പം ഒരു സ്ട്രെസ്സിന് അല്ലെങ്കിൽ ആൻസൈറ്റിക്ക് നമുക്ക് നിലവിലുള്ള തെറപ്പികൾ, അതായത് CBT, അതായത് കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ബിഹേവിയർ തെറാപ്പി ഉണ്ട്, ഫാമിലി തെറാപ്പി ഉണ്ട്. ഇങ്ങനെയുള്ള തെറാപ്പികളാണ് സാധാരണയായിട്ട് സ്ട്രെസ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ മുതലായ രോഗാവസ്ഥകൾക്ക് നൽകി വരുന്നത്. അപ്പോൾ ഇതിൽ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളിലുള്ള നെഗറ്റീവ് ഫീലിങ്സിന്, അതായത് നെഗറ്റീവ് ഇമോഷന് പോസിറ്റീവ് ഇമോഷൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരു കൗൺസിലർ നല്ലൊരു സ്കഫോൾഡറായിട്ട് പ്രവർത്തിക്കും. അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന രോഗി, അവർക്ക് എല്ലാ ഏരിയയിലും കൗൺസിലർ ഒരു കൈത്താങ്ങായിരിക്കും. എപ്പോഴും കൗൺസിലറെ സമീപിക്കാം അല്ലെങ്കിൽ ഒരു തെറപ്പിസ്റ്റിനെ സമീപിക്കാം എന്നുള്ള രീതിയിലാണ് കൗൺസിലിങ്ങും അതുപോലെ തെറപ്പിയും മറ്റുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ട്രെസ്സിൻ്റെയും ഡെപ്ത് എത്രമാത്രം ഉണ്ട് ഒരു വ്യക്തിയിലെ രോഗാവസ്ഥ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത് ഒരുപക്ഷെ ചില സമയത്ത് മെഡിക്കേഷൻ ആവശ്യമായിട്ട് വരും. ആ സമയത്ത് തീർച്ചയായിട്ടും മെഡിസിൻ എടുക്കണം. അപ്പോൾ അതിൽ കൂടുതലായിട്ടും ആൻറ്റി ഡിപ്രസീവ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്, ആൻറ്റി ആങ്സൈറ്റി ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട്. അത്തരത്തിലുള്ള മെഡിസിൻസ് ഡോക്ടർ നിർദ്ദേശപ്രകാരം കറക്റ്റായിട്ട് പാലിക്കണം. ആ മെഡിസിൻസ് എടുക്കുന്നതോടൊപ്പം തന്നെ തെറപ്പിയും കൗൺസിലിങ്ങും അതോടുകൂടിയിട്ടുള്ള ഹെൽത്തി ഡയറ്റും ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ട്രെസ്സിൽ നിന്നെല്ലാം ആളുകൾക്ക് മുക്തി കിട്ടും. ഇപ്പോൾ ഒരു കൗൺസിലിങ്ങിലൂടെ എത്രമാത്രം നമുക്ക് മാനസിക സമ്മർദ്ദം, അതായത് പലപ്പോഴും ആളുകൾക്ക് മെഡിസിൻ കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് നമ്മൾ ഒരു ലൈഫ് ടൈം മുഴുവനായിട്ട് അത് ഫോളോ ചെയ്യേണ്ടി വരും എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിൽ മെഡിസിൻ എടുക്കാതെ തന്നെ കൗൺസിലിങ്ങിലൂടെ നമുക്ക് മാനസിക പ്രശ്നങ്ങളെ എത്രമാത്രം ഒഴിവാക്കാനായിട്ട് സാധിക്കും? ഒരു പരിധിവരെ മാനസിക പ്രശ്നങ്ങളെ കൗൺസിലിംഗ് കൂടെ മെഡിസിൻ എടുക്കാതെ പരിഹരിക്കാൻ പറ്റും. അതുപോലെ ഓരോ പ്രശ്നങ്ങളും ഓരോ വ്യക്തികളുമായി ബന്ധപ്പെട്ടിരിക്കും. ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്ന പ്രശ്നമല്ല വേറൊരു വ്യക്തിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് മെഡിസിൻ വേണമോ വേണ്ടയോ എന്നുള്ളത് ഒരു തെറപ്പിസ്റ്റിൻ്റെ അതുപോലെ ഡോക്ടറുടെയും തീരുമാനമായിരിക്കും. അപ്പോൾ മെഡിസിൻ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ മെഡിസിൻ കഴിക്കുക തന്നെ വേണം. മെഡിസിനും തെറാപ്പിയും കൗൺസിലിങ്ങും ഒന്നിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനസിക സംഘർഷങ്ങളിൽ നിന്ന് നല്ലൊരു വിടുതൽ എന്നുള്ളൊരവസ്ഥയിലേക്ക് രോഗിക്ക് എത്താവുന്നതാണ്. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഒരാളുടെ പ്രശ്നം അയാളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ചുറ്റുമുള്ളവർക്കാണ് പെട്ടെന്ന്. കാരണം എന്തോ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ വ്യത്യസ്തമായിട്ട് തോന്നുന്നു എന്നൊക്കെ ചുറ്റുമുള്ളവർക്കാണ് പ്രത്യേകിച്ച് മനസ്സിലാകുക. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഇപ്പോൾ മനസ്സിലായി ഒരു തരത്തിൽ മാനസിക പ്രശ്നം ഉള്ള ഒരാളാണ്. ആളോട് ചുറ്റുമുള്ളവർ പെരുമാറേണ്ട രീതികൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഡോക്ടർ? ഉണ്ട്, തീർച്ചയായിട്ടും. അത് നമ്മുടെ സമൂഹത്തിന് ഇന്നും അറിയാത്ത ഒരു കാര്യമാണ്. എങ്ങനെയാണ് ഒരു മാനസിക ദൗർബല്യമുള്ള ഒരു വ്യക്തിയോട് നമ്മൾ പെരുമാറേണ്ടത്? ആദ്യമായിട്ട് അവർക്ക് നല്ല രീതിയിലുള്ള കരുതലാണ് കൊടുക്കേണ്ടത്. നമ്മൾ അവരെ കെയർ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അവർക്ക് വേണം. അതല്ലാതെ അവരെ സമൂഹത്തിലേക്ക് ആവശ്യമില്ലാത്ത ഒരാളുകളാണ്, അവരെ തള്ളിക്കളയണം എന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി ഒരിക്കലും ഒരു മാനസിക ദൗർബല്യമുള്ള വ്യക്തിയെ സമീപിക്കരുത്. ഇവർക്ക്
ഇവരെ അവഗണിക്കുകയോ അല്ലെങ്കിൽ ഇവരുടെ പ്രശ്നങ്ങളെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് കാണുകയോ ചെയ്യാൻ പാടുള്ളതല്ല. പിന്നെ അതുപോലെ തന്നെ ഡോക്ടർ നിർദ്ദേശാനുസരണമുള്ള മെഡിസിൻസ്, അതുപോലെ തെറപ്പിസ്റ്റിൻ്റെ നിർദ്ദേശത്തിലുള്ള തെറപ്പി സെഷൻസ്, മെഡിറ്റേഷൻസ്, ഹെൽത്തി ഡയറ്റ്, ഇതെല്ലാം കീപ്പ് ചെയ്യാനായിട്ട് കൂടെയുള്ള ആളുകൾ തീർച്ചയായിട്ടും ഇവരെ ഹെൽപ്പ് ചെയ്യണം. പിന്നെ നമ്മളിപ്പോൾ ഓരോ മാനസിക സംഘർഷമുള്ള ആളുകളിലും വ്യത്യസ്തത ഉണ്ടായിരിക്കും. അപ്പോൾ ഇവരും സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികളാണ്. ഒരുപക്ഷെ ചില സന്ദർഭങ്ങളിൽ ഇവർക്ക് ദേഷ്യത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയില്ല. അപ്പം അങ്ങനെ വരികയാണെങ്കിൽ തന്നെ അവരെ ഒറ്റപ്പെടുത്താതെ അവർക്ക് വേണ്ട വൈദ്യസഹായമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ അതുപോലെ അവർക്ക് ഒരുപാട് അവരുടെ ചിന്താഗതികൾ നോർമൽ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ അവരുടെ ഓരോ പ്രശ്നങ്ങളും വളരെ സീരിയസ് ആയിരിക്കും. പക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് അതത്ര സീരിയസ്നെസ് ഉണ്ടായിക്കോളണമെന്നില്ല. പക്ഷെ ഒരിക്കലും ആ പ്രശ്നത്തെ നമ്മൾ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. ഇതിനെല്ലാം പുറമെ സമൂഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്ത ഉണ്ടായിരിക്കണം. കാരണം ഇവരും തള്ളിക്കളയേണ്ടവരല്ല, ഇവരെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതാണ്, ഇവർക്കും കൂടി ഉള്ളതാണ് ഈ ഭൂമി എന്നുള്ള ഒരു ബോധ്യത്തോടു കൂടി വേണം ഇവരെ സമീപിക്കാനായിട്ട്. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഒരുപാട് ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരെ സമീപിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടികളായാലും മുതിർന്നവരായാലും നേരിടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ മാനസിക സമ്മർദ്ദങ്ങൾ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമുക്ക് അവസാനിപ്പിക്കാം. മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കാനായിട്ട് ഒരുപാട് മാർഗങ്ങളുണ്ട്. അതായത് നമ്മൾ ആദ്യം തന്നെ ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു ജീവിത ശൈലി നമ്മൾ രൂപീകരിച്ചെടുക്കണം. നമ്മൾ കാര്യങ്ങളെല്ലാം സമയബന്ധിതമായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഒരുപാട് കാര്യങ്ങൾ ഒരു സമയത്ത് ചെയ്യാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഓരോ കാര്യങ്ങളും അതിൻ്റെ സമയക്രമം അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും അത്രയും പെർഫെക്ഷൻ വേണമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കരുത്. എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കുറവുകളോട് കൂടി മാത്രമാണ് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചില ആളുകൾ ഓവറായിട്ട് പെർഫെക്ഷന് വേണ്ടിയിട്ട് ശ്രമിക്കും. അത് അവരിൽ സ്ട്രെസ് ഫാക്ടർ ഉണ്ടാക്കും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അധ്യാപകർ, അവർക്ക് ഈ എല്ലാ കാര്യങ്ങളും ചെയ്യണം, ഈ സബ്ജക്റ്റിലുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികൾ പഠിച്ച് അതാവണം എന്നുള്ള ഒരു ചിന്താഗതി ഉണ്ടാവും. അതങ്ങനെ അല്ലാതെ വരുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ സ്ട്രെസ് ഫാക്ടർ വരാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ നമുക്ക് ഉറങ്ങാനൊക്കെ ആയിട്ട് കറക്റ്റായിട്ടുള്ള ഒരു സമയക്രമം പാലിക്കണം. ഇന്നത്തെ സമൂഹത്തിൽ അത് വളരെ കുറവുള്ള ഒരു കാര്യമാണ്. ആളുകളിലുള്ള സ്ക്രീൻ ടൈം ഒരുപാട് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് നൈറ്റ് ഉറങ്ങാതിരിക്കുന്ന ഒരവസ്ഥ, ഇതും സ്ട്രെസ്സിന് കാരണമാവും. പിന്നെ അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയാസിന്റെ ഒരു ഉപയോഗം ഇന്നത്തെ കാലത്ത് വലിയ മാനസിക സമ്മർദ്ദങ്ങൾക്ക് ഒഴിവിക്കുന്നില്ലേ? ഉണ്ട്. സോഷ്യൽ മീഡിയാസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു ലോകത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ എല്ലാ ആസ്പെക്റ്റിലും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആണ്. എന്നാൽ കൂടി ഇതിൻ്റെ ഉപയോഗം നമ്മൾ ഹെൽത്തി വേയിൽ കൂടി കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കണം. അതായത് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ ഒരു ദിവസം ഇത്ര സമയം നമ്മൾ ഉറങ്ങാനായിട്ട് മാറ്റിവെക്കണം. അതുപോലെ ഇത്ര സമയം നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇത്ര സമയം എന്നുള്ളത് മാറ്റിവെക്കണം. അതുപോലെ നമ്മൾ സമൂഹവുമായിട്ട്, നമ്മൾ അടുത്തുള്ള ആളുകളുമായിട്ട് ധാരാളം സംസാരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ഡയറക്റ്റ്ലി നമുക്ക് ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നമുക്കറിയില്ല, അപ്പോൾ നമ്മളത് മനസ്സിൽ ആരോടും ചോദിക്കാതെ വെച്ച് അത് സ്ട്രെസ് ഫാക്ടറിലേക്ക് ഇടവരുത്തും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വളരെ ഹെൽത്തി വേയിൽ ഉപയോഗിക്കണം. അതിൽ അപകടകരമായിട്ടുള്ള സൈറ്റുകൾ എടുത്ത് നോക്കുന്നത്, അത് കുട്ടികൾ സോഷ്യൽ മീഡിയ ഒരുപാട് ഉപയോഗിച്ച് പല ബുദ്ധിമുട്ടിലേക്ക് നയിക്കുന്നുണ്ട്. ഇതിനെല്ലാം കുട്ടികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പാരൻസ് അതിന് കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം. അതുപോലെ മുതിർന്ന ആളുകളിലും സോഷ്യൽ മീഡിയയുടെ ദുരുപയോഗം നടക്കുന്നുണ്ട്. അത് ആദ്യം നമ്മൾ ആരാണ്, നമുക്ക് എന്താണ് വേണ്ടേ എന്നുള്ള ഒരു സെൽഫ് ടോക്ക് നമ്മളിലുണ്ടായിരിക്കണം. നമുക്ക് ഇതല്ല ചെയ്യേണ്ടത്, ഇതിലും കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്.
എന്നുള്ള ഒരു രീതിയിൽ മനുഷ്യൻ്റെ ചിന്തകളെ കൊണ്ടുപോകണം. അതിന് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം. അതുപോലെ യോഗ, മെഡിറ്റേഷൻ, അതുപോലെ സൗഹൃദ കൂട്ടായ്മകളിൽ പങ്കെടുക്കുക, മറ്റുള്ളവരായിട്ട് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുക, നല്ല രീതിയിലുള്ള വായന പ്രാക്ടീസ് ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന ഒരു അമിതമായിട്ടുള്ള ദുരുപയോഗം അത് ഒരു പരിധിവരെ നിർത്തി ഒരു ഹെൽത്തി മൈൻഡ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോഴും ഒരു പോസിറ്റീവ് ചിന്താഗതി വെച്ച് പുലർത്തേണ്ടതുണ്ട് അല്ലേ? ജീവിതത്തെ പോസിറ്റീവായിട്ട് എടുക്കണം. നമുക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജീവിതാനുഭവമായിട്ടാണ് എടുക്കേണ്ടത്. നഷ്ടങ്ങളായിട്ട് ഒരിക്കലും എടുക്കരുത്. നഷ്ടങ്ങളായിട്ട് നമ്മൾ എന്നത് എടുക്കുന്നുവോ അന്ന് നമ്മളിൽ അത് സ്ട്രെസ് ഫാക്ടറിൻ്റെ കാരണമാവും. പിന്നെ അതുപോലെ നമുക്ക് എന്തെങ്കിലും തോൽവികൾ വരികയാണെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. തോൽവിയെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വളരെ വലിയ സ്ട്രെസ് ഫാക്ടേഴ്സിന് കാരണമാക്കും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നോ എന്ന് പറയാനുള്ള ഒരു ആർജവം പലർക്കും ഇല്ലാതെ പോകുന്ന ഒരവസ്ഥയാണത്. നോ എന്ന് പറയാനുള്ള ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ അത് നമുക്ക് എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്ന് നമ്മൾ തന്നെ ഡിസൈഡ് ചെയ്ത് നോ പറയേണ്ട അവസരങ്ങളിൽ നോ എന്ന് തന്നെ പറയണം. ഓക്കെ മാം, അപ്പോൾ നമ്മുടെ ഇന്നത്തെ സമയം കഴിയുകയാണ്. ഇന്ന് ആരോഗ്യരംഗം ചർച്ച ചെയ്തത് മാനസിക സമ്മർദ്ദങ്ങളും കാരണങ്ങളും എന്ന വിഷയമാണ്. ഈ വിഷയത്തെക്കുറിച്ച് മാം നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പറഞ്ഞു തന്നത്. നമ്മുടെ ജീവിതം തീരുമാനിക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. പ്രതിസന്ധികളും എല്ലാം ഒരുപോലെ ജീവിതത്തിൽ വരുന്ന സന്തോഷങ്ങളായാലും ദുഃഖങ്ങളായാലും പ്രതിസന്ധികളായാലും അതെല്ലാം ഒരുപോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ നമ്മൾ പോസിറ്റീവായിട്ടുള്ള വഴിയിലൂടെ ചിന്തയിലൂടെ തന്നെയാണ് പോകുന്നത് എന്ന് വ്യക്തമാക്കാം. അതിനപ്പുറം നമുക്കത് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നേരത്തെ മേം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സഹായം തേടേണ്ടത് അനിവാര്യമാണ്. ആരോഗ്യരംഗത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത അധ്യായത്തിൽ ഈ വിഷയത്തിൻ്റെ തുടർച്ചയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.